ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. തമ്പനയിൽ കണ്ടത് തന്നെയാണ് പ്രശ്നം. യൂണിവേഴ്സിറ്റി LGSൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ ആത്മാർത്ഥമായി സമീപിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷ എഴുതിയതിനേക്കാളേറെ ടെൻഷനാണ് ഈ ഒരു ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ. കാരണം നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാവുന്നത് അല്ലെങ്കിൽ ഡിലീഷനാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതും അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ ഡിലീഷനിലേക്ക് പോവുകയും പിന്നെ ശരിയായ ഉത്തരങ്ങൾ മാറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു ഫൈനൽ ആൻസർ കീ ആണ്. അപ്പോൾ അതിന് മാറുമോ അല്ലെങ്കിൽ അതിനെന്തായിരിക്കും അതിൻ്റെ തുടർനടപടികൾ എന്തൊക്കെയാണെന്ന് അറിയാനാണ് വീഡിയോ ഫുള്ളായി കാണുക. അതിനോടൊപ്പം തന്നെ തുള്ളുവാർത്തയിൽ വന്ന വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തുള്ളുവാർത്തയുടെ വാർത്തകളിലേക്കും തുടർന്നുള്ള കാര്യങ്ങളിലേക്കും പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് 6 ചോദ്യങ്ങൾ റദ്ദാക്കി എന്നുള്ളതാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിന് തൊട്ട് താഴെ അന്തിമ ഉത്തര സൂചികയ്ക്കെതിരെ പരാതി. ഇനി പരാതി കൊടുത്താലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 6 ചോദ്യങ്ങൾ റദ്ദാക്കിയത് എന്താണെന്ന് ഞാൻ ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു പോകാം. കാരണം ഇത് പരീക്ഷ ഇതത്ര ഞാൻ ഇപ്പോഴും പറയുന്നു, സീരിയസ് ആയി കണ്ട ഒരു വ്യക്തിക്ക് കാണാപ്പാടമായിരിക്കും ഈ ഒരു 6 ചോദ്യങ്ങൾ. കാരണം നഷ്ടപ്പെടുത്തിയ മാർക്കുകളായതുകൊണ്ട് പഠിച്ചതിനേക്കാളേറെ ഈ ഒരു ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ മനസ്സിലുള്ളത്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൊക്കെ പോകാം. 94 മാർക്ക് കണക്കാക്കി മൂല്യനിർണ്ണയം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്കിതിനകത്ത് കൊടുത്തിരിക്കുന്ന വാർത്തയിൽ വന്നിരിക്കുന്നത് അല്ലേ. 94 മാർക്കിൻ്റെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. അപ്പോൾ ഇനിയൊരു ഫൈനൽ ആൻസർ കീ വരുമോ, അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയുണ്ടോ, അതോ ഇവർ വെറുതെ എഴുതി വിട്ടതാണോ ഒന്നും അറിയാൻ വയ്യ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക, അതൊരു മാർക്കാണ് അല്ലേ. അത് എല്ലാം ശരിയായിരുന്നു എന്ന ഓപ്ഷൻ എഴുതിയ ഒരു കുട്ടിക്ക് അതിൻ്റെ 1 മാർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് എഴുതാതിരുന്നവർക്ക് ബാധിക്കില്ല. അതുപോലെ തന്നെ തെറ്റ് എഴുതിയവർക്ക് അവരുടെ നഷ്ടപ്പെടുത്തിയെന്ന് വിചാരിച്ചിരുന്ന 0.33 മാർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞിരുന്നതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഇടപെടൽ. അത് SCRTയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അത് ക്യാൻസലാവുമെന്ന് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിനുശേഷം പിന്നെ റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരുന്നു ക്യാൻസലിലേക്ക് പോകുന്നുള്ളത്. അതും ക്യാൻസലായി. പഠിച്ചെഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയുടെ 1 മാർക്ക് അവിടെയും നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ മാത്സിലെ 2 ചോദ്യങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. പിന്നെ ഒരു ചോദ്യം പറയാൻ പറ്റുമോ അല്ലേ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതയായത് ആര് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോഴും അതിനൊരു സംശയം നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പം എല്ലാ ഔദ്യോഗികമായ രേഖകളിലും എല്ലാം രുചിര ക്യാമ്പേജ് തന്നെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ജനീവ ഘടകത്തിന് മാത്രമാണ് നമ്മുടെ അരവിന്ദ് ബാങ്ചി വരുന്നത്. ഓക്കെ, അപ്പം അതും ഒരു കൺഫ്യൂഷനിൽ നിന്നതാണ്. പക്ഷേ അതും പഠിച്ചെഴുതിയൊരു വിദ്യാർത്ഥിയുടെ 1 മാർക്ക് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ ആകെ മൊത്തം നോക്കുമ്പോൾ 4 അതിൻ്റെ നെഗറ്റീവ് മാർക്കും ഒക്കെയാണ് പോയിരിക്കുന്നത്. ഇനി ഇത് ക്യാൻസലായതാണ്. ഓക്കെ, 1 മാർക്ക് നഷ്ടപ്പെടുത്തി. ഇനിയുള്ളത് എന്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ മാറ്റിക്കൊടുത്തതോടൊപ്പം 1 മാർക്ക് നഷ്ടപ്പെടുത്തുകയും നെഗറ്റീവ് അടിപ്പിക്കുകയും ചെയ്തതാണ് PSCയുടെ അടുത്ത ഒരു സെക്കൻഡ് ഘട്ടത്തിലേക്ക് ഇപ്പം വന്നപ്പോൾ ഉള്ളത് അല്ലേ. മാത്സ് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ മാത്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധ്യത എന്ന് പറയുന്നത് അല്ലേ. പിന്നെ 50% പറഞ്ഞിരുന്നു, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ 6,210 എന്നതിൽ വിട്ടുപോയതിൽ 994 എന്നാണ് പ്രാഥമിക സൂചികയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അന്തിമ ഉത്തര സൂചികയിൽ അത് 990 ആക്കി എന്നുള്ളതാണ്. 2 സാധ്യത ഉണ്ടായിരുന്നു. സോ അവർക്കത് ഡിലീഷനിലേക്ക് പോകാമായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ എടുക്കണമെന്നുള്ളത്, കാരണം ഇപ്പോൾ ചോദ്യം ഇടുന്ന ആളുടെ അതേ ചിന്താഗതിയിൽ നമ്മൾ ചിന്തിക്കണമെന്നൊക്കെ PSC വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല PSC എന്ന് ഞാൻ വീണ്ടും PSC ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ നിങ്ങൾക്ക് നടത്താൻ കഴിയില്ലേ എന്നൊരു പുച്ഛ ഭാവത്തോടെ ഞാൻ ചോദിക്കുന്നു. ഒരു ക്വസ്റ്റനൊക്കെ ഡിലീഷനിലേക്ക് വരാം, ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇത് തുടർന്ന് പിടിച്ച് 6 ചോദ്യങ്ങളും ഉത്തരങ്ങൾ തെറ്റായി കൊടുക്കുകയും ചെയ്തതോടുകൂടി പഠിച്ചെഴുതിയ ഒരാളുടെ നല്ലൊരു സ്കോർ മാർക്ക്, അതായത് 4ഉം 5ഉം മാർക്കും അതിൻ്റെ നെഗറ്റീവും ഒക്കെ വന്ന ഒരുപാട് വിദ്യാർത്ഥികളെ എനിക്കറിയാം. കാരണം അതൊക്കെ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ അതൊക്കെ ഒരു വളരെ മോശമായ റാങ്കിൻ്റെ താഴേക്ക് പോകുന്നതിൽ അതൊക്കെ ബാധിക്കുമെന്നുള്ളത് ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്ക് അറിയില്ല. മാത്സിൽ ഉത്തരം മാറി വന്ന ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു അല്ലേ. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നുള്ളത് അത് 55.5 ആയിരുന്നു കൊടുത്തിരുന്നത്. തെറ്റായിരുന്നു. പ്രൊവിഷനിൽ ഇതിൽ കറക്റ്റായിട്ട് 50.5 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എല്ലാവർക്കും വിഷമകരമായ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സന്ധി മറ്റൊന്നിൽ 2 ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് എന്നതിൽ നമ്മുടെ പ്രൊവിഷനിൽ കീലസന്ധി എന്നും ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ അത് വിജാഗിരി സന്ധി ആയത് അത് എന്ത് ബേസിലാണ് എന്ന് തുളുവാർത്തയിൽ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. NCERT അല്ല സാറേ, തുളുവാർത്ത സാറുമാരെ PSC സാറുമാരെ SCRTയിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കീലസന്ധി തന്നെയാണ് ആൻസർ വരേണ്ടത് എന്നുള്ളതാണ്. ഇനി നമ്മൾ എല്ലാവരും എക്സാം എഴുതി പുറത്തിറങ്ങിയ ഏതൊരു വിദ്യാർത്ഥിയും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഡിലീഷനിലേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നൊരു ചോദ്യമാണ് ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏത് എന്നുള്ളത്. പ്രൊവിഷനിൽ വന്നപ്പോൾ എല്ലാം ശരിയായിരുന്നു. എന്നിരുന്നാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, നമ്മളടക്കം എല്ലാവരും, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതിലും പറഞ്ഞിരുന്നു,
ഏറ്റവും കൂടുതൽ സാധ്യത ഡിലേഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷേ PSCക്ക് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ എത്രയാണെന്നുള്ളത് നോക്കിയാൽ 7 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അവർ സമുദ്രാതിർത്തി കണക്ക് കൂട്ടാഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, PSC ചോദ്യമിടുന്നവരടുത്ത് നിങ്ങളുടെ ചിന്താഗതിയിൽ ഞങ്ങൾ ചിന്തിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. സോ എല്ലാവർക്കും ഒരേ ചിന്താഗതിയിൽ വരികയും അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുക. ഒരു 100 ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെങ്കിലും ഒന്ന് കൃത്യമായി നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളായിട്ടൊരു ബുക്കും ഇറക്കും. ഒരു 10ഓ 10,000 ചോദ്യങ്ങളാണെങ്കിൽ ഒരു ബുക്ക് ഇറക്കിയിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കും, ഇതിലാണ് ഞങ്ങളുടെ ശരിയായ ഉത്തരമെന്ന് പറഞ്ഞാൽ ശരി, നമുക്കത് പഠിച്ചെടുക്കാം. അതിൽ പഠിച്ചിട്ട് ഓർമ്മശക്തി കറക്റ്റായിട്ട് നിന്ന് ഉത്തരം എഴുതുന്ന ഒരു വ്യക്തിക്കാണ് ജോലി കൊടുക്കുന്നതെങ്കിൽ സമ്മതിക്കാം. ഇത് ചോദ്യമിടുന്ന ആളുടെ ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിയണമെന്നും അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ച് വേണം നമ്മൾ സ്കോർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല. PSC അതുപോലെ തന്നെ PSC അംഗങ്ങളെ ചെയർമാനെ ഓക്കെ അത് വിട്, അവരിനി നന്നാവാൻ പോകുന്നു നമുക്ക് തോന്നുന്നില്ല അല്ലേ. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ് കണ്ടതാണ്, ഫിസിക്കൽ എക്സാമിന് പങ്കെടുക്കാത്തതെയും അല്ലെങ്കിൽ പങ്കെടുത്ത് പുറത്തായവരെയൊക്കെ ഉൾപ്പെടുത്തി ലിസ്റ്റ് ഇടുകയും വീണ്ടും അത് റിവേഴ്സ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ വന്നതാണ്. PSC നന്നാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കൊരു ഫൈനൽ ആൻസർ കീ റിവേഴ്സ് ചെയ്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം. അന്തിമ ഉത്തര സൂചികയ്ക്കെതിരെ പരാതി എന്നുള്ളതാണ്, അതും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടാവും? ഫൈനൽ ആൻസർ കീ ഒന്ന് റിവേഴ്സ്ഡായിട്ട് വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും അതിൻ്റെ അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് 94 മാർക്ക് കണക്കാക്കി മൂല്യനിർണ്ണയം ആരംഭിച്ചു എന്നുള്ളത് ഇവരോട് കൊടുത്തിരിക്കുന്നു. അതിലെത്രമാത്രം വാസ്തവം അല്ലെങ്കിൽ സത്യസന്ധത ഉണ്ട് എന്ന് എനിക്കില്ല. കാരണം PSC ഒരു ഫാസ്റ്റായിട്ടാണ് ഈ ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അത് വേക്കൻസി ഫില്ല് ചെയ്യാനാണോ അതോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഉള്ള വേക്കൻസിയിൽ ആളെ ഫില്ല് ചെയ്യാനാണോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. സോ അന്തിമ ഉത്തര സൂചികയ്ക്കെതിരെ പരാതിയുമായി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഈ പറഞ്ഞ 2 ചോദ്യങ്ങൾ, അതിർത്തിയുടെ ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അസ്ഥി മറ്റൊന്നിൽ നിന്ന് കീലസന്ധിയുടെ ആൻസറൊക്കെ ഒരു പക്ഷേ റിവേഴ്സ് ചെയ്യാൻ, പക്ഷേ ക്യാൻസലായ ഒരു ക്വസ്റ്റൻ വീണ്ടും അവർ ആൻസറിലേക്ക് എത്തുമോ എന്നുള്ളത് അത് ഒരു പോകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഇതിൽ ആൻസർ മാറ്റി തരും. പക്ഷേ അതിനുണ്ടാകുന്ന കാലതാമസം അത് നമ്മുടെ എക്സാമിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടിനെ വൈകിപ്പിക്കുമെന്ന് ഒരു വിഭാഗം ആൾക്കാരും, അല്ല ഞങ്ങൾ പഠിച്ചെഴുതിയ മാർക്കാണ് അപ്പം അത് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതൊക്കെയാണ് മറ്റൊരു വിഭാഗം ആൾക്കാരുമായിട്ട് ഇങ്ങനെ പോകുന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പൊരു ചാനലിൽ ഈ സ്റ്റേറ്റ് വൈഡ് ഗ്രൂപ്പിൻ്റെ LGS ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ കയറി ഒന്ന് കാണുക, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും. ഏകദേശം 7,000 ആൾക്കാർ അതിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എല്ലാ ഐഡിയാസും കിട്ടും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക. പക്ഷേ ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പിൽ ഞാൻ വീണ്ടും ഒരു കാര്യം പറയുന്നു, അത് വെറുതെ അവിടെ പോയിരുന്നിട്ട് നെഗറ്റീവ് അടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് എത്രയായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കട്ട് ഓഫ് എന്നുള്ളത് വിട്ടിട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പങ്കാളികളാകാൻ ശ്രമിക്കുക. ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ അവർ വെരിഫൈഡ് ആക്കും. അപ്പം എക്സാം എഴുതിയവർ മാത്രം അതിലേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കേസുകൾ 2 വിഭാഗം, അതായത് കേസ് കൊടുത്താൽ ലിസ്റ്റ് വൈകുമെന്നും അല്ല ഞാൻ പഠിച്ചെഴുതിയ മാർക്ക് എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പം ഇനി PSC ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നോക്കിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 94 മാർക്ക് കണക്കാക്കി മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയായാലും അതൊരു ബുദ്ധിമുട്ടിലേക്കും പിന്നെ വലിച്ചു നീട്ട് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എത്രത്തോളം നീട്ടിവെക്കാൻ കഴിയും അതനുസരിച്ച് താൽക്കാലികക്കാരെ എത്രത്തോളം അവിടെ സ്ഥിരപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോകും. നമുക്ക് ഇപ്പോഴും പല വേക്കൻസി, കാരണം നമ്മൾ എക്സാം നോട്ടിഫിക്കേഷൻ മുതൽ 1000+ വേക്കൻസിയിൽ നിന്ന് ഏകദേശം 200+ വേക്കൻസി മാത്രമാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അത്ര ധൃതി പിടിച്ച് ഒരു ലിസ്റ്റ് ഇടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്, വ്യക്തമാണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് പോസിറ്റീവായിട്ടൊരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ റിവേഴ്സ് ചെയ്ത് വരുമെന്നും അല്ലെങ്കിൽ അതനുസരിച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷയോടെ നമുക്കിരിക്കാം. പക്ഷേ നിങ്ങളെല്ലാവരും ഇനിയും ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്, പഠിക്കുക. വരുന്ന LGS LDC എക്സാമുകളിലേക്കുള്ള ഫോക്കസ് ചെയ്ത് നല്ലതുപോലെ പഠിക്കുക. ഇത് വരട്ടെ, ഇതിപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുക, അത്ര തന്നെ. ഇനിയിപ്പം എല്ലാം PSCയുടെ കയ്യിലാണ്, അവരെങ്ങനെ തീരുമാനമെടുക്കുന്നു നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ ഇനി വരുന്ന LDC LGS എക്സാമിനൊക്കെ വളരെ നല്ല രീതിയിൽ അല്ലേ, LDC ഉണ്ട്, അതുപോലെ തന്നെ LGS എക്സാം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമുകളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ എത്ര പേർക്ക് നിയമനം കൊടുത്തു അല്ലെങ്കിൽ ഇനി സാധ്യത എത്ര പേർക്കാണ്, എത്ര പേർ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തി എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങളിലേക്ക് എത്തും വൈകാതെ തന്നെ. നാളെ മറ്റന്നാളായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളെല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം ഓക്കെ, ബൈ.